ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത 2 ഐറ്റമാണ് ഞാനിവിടെ കാണിക്കുന്നത്. അമ്മയ്ക്ക് പല്ലില്ലാത്തതുകൊണ്ട് ചവയ്ക്കാൻ പറ്റുന്ന അതിനനുസരിച്ചുള്ള 2 ഐറ്റമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടീൻ ബോളാണ് ഒരെണ്ണം. അപ്പം നിങ്ങളെ അമ്മമാർക്കോ ചെറു കുഞ്ഞു മക്കൾക്കോ ഒക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാം. അമ്മൂമ്മമാർക്കോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഒന്ന് ട്രൈ ചെയ്യുക. ഞാനിവിടെ ആദ്യം തന്നെ ആ പ്രോട്ടീൻ ബോൾ ഉണ്ടാക്കണം. അതിനായിട്ട് 2 കപ്പ് അവലൊന്ന് എടുക്കുന്നുണ്ട്. ഈ അവലെടുക്കാൻ കാരണം, അത് ചുവന്ന അവല് തന്നെ എടുക്കണേ. അവലെടുക്കാൻ കാരണം, ഈ അവലെന്ന് പറയുന്ന സാധനം നെല്ല് മുളപ്പിച്ചതിന് ശേഷം അത് അവലാക്കി എടുക്കുന്നതാണ് ഇത്. അപ്പോൾ ആ മുളപ്പിച്ച ആ സാധനത്തിനുണ്ടല്ലോ നല്ല വൈറ്റമിൻസ് നിറയെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ അവലിന് പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങൾ അവലിന് പകരം റാഗി മുളപ്പിച്ചതോ ഗോതമ്പ് മുളപ്പിച്ചതോ ഒക്കെ എടുക്കാം. പിന്നെ 1 കപ്പ് കശുവണ്ടി, 1 കപ്പ് നിലക്കടല, 1 കപ്പ് ബദാം, ഇതെല്ലാം കൂടെ ഒന്ന് വറുക്കുക. ഇത് 3ഉം കൂടെ ഒന്നിച്ചിട്ട് വറുത്താൽ മതി. ഈ നിലക്കടല വറുത്തതാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്നിച്ച് വറുക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് പിന്നെ ഞാൻ 1 കപ്പ് പൊട്ടുകടലയും 1/4 കപ്പ് എള്ളും, വെളുത്ത എള്ളാണ് ചേർത്തത്. 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ആ എള്ള് പൊട്ടുന്നൊരു സമയം, അത്രയും സമയം ചൂടാക്കിയാൽ മതി. പൊട്ടുകടലേക്ക് ഓൾറെഡി റോസ്റ്റഡ് ആണ്, അതുകൊണ്ട് കൂടുതൽ സമയം വെറുതെ വറുക്കേണ്ട ആവശ്യമില്ല. വെളുത്ത എള്ളിന് പകരം കറുത്ത എള്ള് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ആദ്യം നമ്മൾ അവല് പ്രത്യേകം തന്നെ പൊടിച്ചെടുക്കണം, ഇല്ലെങ്കിൽ നട്ട്സിന്റെ കൂടെ ഇടുമ്പോൾ അവല് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടില്ല. പോഷക സമ്പന്നമാണ് അവല്. പ്രോട്ടീനും ഫൈബർ, വൈറ്റമിൻ സി, ബെറ്റാ കരോട്ടിൻ, അയൺ, സിങ്ക്, പിന്നെ മഗ്നീഷ്യം, ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ദഹിക്കാൻ എളുപ്പമാണ്. അത് നിറച്ച് ഫൈബർ ഉള്ളതുകൊണ്ട് വയറിന് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അവല് കൊണ്ടുള്ള വിഭവങ്ങൾ പ്രായം ചെന്ന ആൾക്കാർക്ക് കഴിക്കാൻ വളരെ നല്ലൊരു സാധനമാണ്. നമ്മളിത് ചേർത്തിരിക്കുന്ന നിലക്കടല, ബദാം, പൊട്ടുകടല, ഇതെല്ലാം നിറച്ച് എള്ള്, ഇതിനകത്തൊക്കെ നിറച്ച് വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് പൗഡറാക്കി കഴിഞ്ഞതിന് ശേഷം ഇത് പൗഡർ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് ഷുഗറുകാർക്ക് ഈ പൗഡർ ഇങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതല്ല, ഇനി ചെറുതായിട്ടൊക്കെ ഷുഗർ ഉള്ളെങ്കിൽ നമുക്ക് ഡേറ്റ്സ് കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് പൗഡർ ആക്കിയതിന് ശേഷം അതിലേക്ക് ഈ ഡേറ്റ്സിന്റെ കഷ്ണങ്ങളും കൂടെ ഇട്ട് മിക്സി വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞു കിട്ടും. അത് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ചെറുതായിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ബോൾ പിടിച്ചാൽ മതി. ഇനി ഷുഗറൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇതുപോലെ ശർക്കര ഉരുക്കിയത് ചേർത്തിട്ട് ബോൾ പിടിച്ചെടുക്കാം. ഞാനൊരല്പം നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. ഈന്തപ്പഴം ചേർക്കുവാണെങ്കിൽ കറക്റ്റ് ബോൾ പിടിക്കേണ്ട പാകത്തിൻ്റെ അത്രയും ഈന്തപ്പഴം ചേർക്കണം. ശർക്കര ഉരുക്കിയത് ചേർക്കുമ്പോൾ നമുക്ക് ആദ്യം നല്ല സോഫ്റ്റായിട്ട് തോന്നുമെങ്കിൽ ഇപ്പം നോക്കൂ, നിങ്ങൾ കുഴച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഭയങ്കര സോഫ്റ്റാണെന്ന്. പക്ഷേ ഇത് 2 ദിവസം കഴിയുമ്പോഴേക്കും ഈ പല്ല് ഇല്ലാത്തവർക്കും കടിക്കേണ്ട അതേ പാകത്തിനുള്ള ആ പരുവത്തിലേക്ക് മാറിക്കിട്ടും. വെളിയിൽ ഇത് നമുക്ക് ഒരു 2 ആഴ്ചയോളം കേടാകാതെ സൂക്ഷിക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ 1 മാസത്തോളം ഇത് ഇരിക്കും, അതിൽ കൂടുതലിരിക്കും. ഇപ്പം അല്ലെങ്കിൽ ഇതുപോലെ പൗഡർ ഉണ്ടാക്കിയിട്ട് കുറേശ്ശെ എടുത്ത് അത് നമ്മൾ ബോളാക്കി എടുത്ത് സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ പൗഡർ കുറേയേറെ ഉണ്ടാക്കി നമുക്ക് വെളിയിൽ സൂക്ഷിക്കാൻ പറ്റും. ഇനി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു ആവിയിൽ വേവിച്ചൊരു പലഹാരമാണ്. അതിനായിട്ട് ഞാനിവിടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയ കനം ഉള്ള ചട്ടി അടുപ്പിൽ വെച്ച് ഈ ഉരുക്കിയ ശർക്കര അതിലേക്ക് അരിച്ചൊഴിക്കുക. സ്റ്റൗ ഓണാണേ. എന്നിട്ട് അതെല്ലാം ഒന്ന് പതഞ്ഞ ശർക്കര നല്ലപോലെ തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കുക. ഞാൻ ഇതിനൊന്നിനും അളവ് പറയുന്നില്ല, കാരണം ഇത് മധുരം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, തേങ്ങ കൂടുതലുള്ളവർക്ക് അത് കൂടുതൽ ചേർക്കാം. അതൊക്കെ കുറച്ച് കൂടിയോ കുറഞ്ഞതുകൊണ്ട് ഇതിന് യാതൊരു ടേസ്റ്റ് വ്യത്യാസവും സംഭവിക്കില്ല. ഈ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുവാണെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊടിഞ്ഞ് കിട്ടും. ഇനി അതിലേക്ക് കുറച്ച് പഴം, ഇത് ഞാനൊരു 10-25 പാളയംകോടൻ പഴമുണ്ട്, അത് മിക്സി വെച്ചിട്ടൊന്ന് അടിച്ചിട്ട് അതിലേക്ക് ഒരല്പം ടേസ്റ്റ് ഡിഫറൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വരിക്കച്ചക്ക വഴട്ടിയതുണ്ടായിരുന്നു, അതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് മിക്സി വെച്ച് അടിച്ചിട്ട് അതെല്ലാം കൂടെയാണ് ഇത് ചേർത്തത്. എന്നിട്ട് അതിലേക്ക് ഏലക്ക പൊടിച്ചതും കുറച്ച് ജീരകവും കുറച്ച് ചുക്കുപൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് അല്പം നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ആ പഴമൊക്കെ ഒന്ന് വരണം. വെന്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഞാൻ കുറേശ്ശെ റവ ചേർക്കുക. അപ്പോൾ റവ അളവും പറയാൻ പറ്റത്തില്ല, അതായത് അത് കുറേശ്ശെ ചേർത്തിട്ട് ഒരു ചെറിയൊരു ലൂസായിട്ടുള്ളൊരു പരുവം വരെ റവ ചേർക്കണം.
മധുരമൊക്കെ ഇനി ഇതും മധുരം കഴിക്കാൻ പറ്റാത്ത അമ്മമാർക്കാണെങ്കിൽ ശർക്കര ഒരിക്കലും ചേർക്കണ്ട, പഴം മാത്രം ഒന്ന് ഇട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് റവ ചേർത്താൽ മതി. അപ്പോൾ ശർക്കര ഒരിക്കലും ചേർക്കണ്ട. പഴത്തിൻ്റെ മധുരം, ചക്ക വഴറ്റിയതിൻ്റെ ആ ചക്കയുടെ മധുരം കൊണ്ടൊക്കെ അവർക്ക് നന്നായിട്ട് ഈ സാധനം കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് കുറച്ച് സമയം വയ്ക്കുക. അപ്പോൾ അതൊന്ന് ലൂസായിട്ട് കിട്ടുന്നവരെ റവ ചേർക്കുക. ഇപ്പോൾ എല്ലാം തണുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് അല്പം നെയ്യും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്, ഒരല്പം ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. നെയ്യ് കയ്യിലുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഈ ഇല ഞാൻ കുറച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കയ്യിലില്ലാത്തവരാണെങ്കിൽ, അതായത് ഈ ഇല ഇല്ലെങ്കിൽ വാഴയിലയിലോ അല്ലെങ്കിൽ ബോള് പോലെ ആവിയിൽ വെച്ചിട്ട് വേവിച്ച് ഇതെടുക്കാം. ഇല തന്നെ വേണമെന്നില്ല, വാഴയിലയിൽ ചേർക്കാം, വട്ടയിലയിൽ ചെയ്യാം. നമ്മൾ കുമ്പിളുണ്ടാക്കത്തില്ലേ, അതാണ് സംഭവം. എന്നിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരി വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത് ഇത് ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതെന്താ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ത് വരുന്നത് കഴിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ഇതിനി ആവിയിൽ വേവിച്ചെടുക്കാൻ കൂടുതൽ സമയം വേണ്ട, ഒരു 5 മിനിറ്റിൽ കൂടുതലൊന്നും വേണ്ട. ഫസ്റ്റ് വിസിൽ കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ട് വെച്ചിരുന്നാൽ മതി, വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഇത് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ നല്ലപോലെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പാക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആവി കൊണ്ട് ഇതിനൊക്കെ ഒരു ചളിചെളുപ്പ് വന്നെന്നിരിക്കും. പിന്നെ ഇത് ഇതുപോലെ കുറേ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന ആവശ്യത്തിന് നമുക്ക് 2 3 എടുത്ത് കുക്കറിൽ വെച്ചൊന്ന് ആവി കയറ്റിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. ഈ ശർക്കര ഉപയോഗിക്കാത്തവർക്ക് ശർക്കര ഒഴിവാക്കി ഇതുണ്ടാക്കിയെടുക്കാം. ഈ വശനയിലയിൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് വട്ടയില, വാഴയില ഇത് ഏത് വേണമെങ്കിലും എടുക്കാം. ഇല്ലെങ്കിൽ വാഴയിലയോ വട്ടയിലയോ എടുക്കാം. ഇനി ഒരു ഇലയോ ഇല്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം. കൊഴുക്കട്ട പോലെ ബോളാക്കി പിടിച്ചിട്ട് ആവിയിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. ഈ 2 ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക്